ഹലോ എവരി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കാപ്പിലറി റൈസ് ഓഫ് എ ലിക്വിഡ് ഇൻ എ ഗ്ലാസ് ട്യൂബ് ഈസ് ഡ്യൂ ടു. ഓപ്ഷൻ എ കൊഹിഷൻ, ഓപ്ഷൻ ബി അഡ്ഹീഷൻ, ഓപ്ഷൻ സി അബ്രേഷൻ, ഓപ്ഷൻ ഡി അട്രാക്ഷൻ. കാപ്പിലറി റൈസിൻ്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. കാപ്പിലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് സർഫസിൽ നമ്മളൊരു സ്മോൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ട്യൂബിനുള്ളിൽ ലിക്വിഡ് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഫോം ചെയ്യുകയോ ചെയ്യുന്ന ഫിനോമിനെയാണ് നമ്മൾ കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ട്യൂബിനുള്ളിൽ ലിക്വിഡ് റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ കാപ്പിലറി റൈസ് എന്ന് പറയാം. ഇനി ഒരു ഡിപ്രഷനാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയാം. ഈ കാപ്പിലാരിറ്റി കൊഹിഷൻ്റെയും അഡ്ഹീഷൻ്റെയും ഒരു കമ്പൈൻഡ് ഇഫക്റ്റാണ്. അഡ്ഹീഷൻ കൊഹിഷനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് കാപ്പിലറി റൈസ് ആയിരിക്കും. ഇനി കൊഹിഷനാണ് അഡ്ഹീഷനേക്കാളും കൂടുതലെങ്കിൽ അവിടെ ഒരു കാപ്പിലറി ഡിപ്രഷനാണ് ഉണ്ടാവുക. ഇനി ഇങ്ങനെ റൈസ് ചെയ്യുന്ന ലിക്വിഡ് കോളത്തിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന സർഫസ് ടെൻഷൻ ഫോഴ്സാണ്. ഇനി അഡ്ഹസീവ് ഫോഴ്സ് കൊഹിഷൻ ഫോഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ മിനിസ്കസ് കോൺകേവ് ഷേപ്പായിരിക്കും. അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്, ഗ്ലാസ് ട്യൂബും ലിക്വിഡ് ലെവലും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള ലിക്വിഡിനെ നമുക്ക് വെറ്റിംഗ് ലിക്വിഡ്സ് എന്ന് പറയാം. വാട്ടർ വെറ്റിംഗ് ലിക്വിഡിന് എക്സാമ്പിളാണ്. ഇനി കൊഹിസീവ് ഫോഴ്സ് അഡ്ഹീസീവ് ഫോഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ മിനിസ്കസ് കോൺകേവ് മിനിസ്കസ് ആണ് ഉണ്ടാവുക. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. നമുക്കതിനെ നോൺ വെറ്റിംഗ് ലിക്വിഡ് എന്ന് പറയാം. മെർക്കുറി ഒരു നോൺ വെറ്റിംഗ് ലിക്വിഡിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ കാപ്പിലറി റൈസിൻ്റെ റീസണാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി അഡ്ഹീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ബ്ലേഡ് ഈസ് ജെന്റ്ലി പ്ലേസ്ഡ് ഓൺ സ്റ്റിൽ വാട്ടർ ഇറ്റ് ഫ്ലോട്ട്സ്. ദിസ് ഈസ് ഡ്യൂ ടു. ഓപ്ഷൻ എ സർഫസ് ടെൻഷൻ, ഓപ്ഷൻ ബി കാപ്പിലാരിറ്റി, ഓപ്ഷൻ സി അഡ്ഹീഷൻ, ഓപ്ഷൻ ഡി കൊഹിഷൻ. നമ്മൾ ഒരു സ്റ്റിൽ വാട്ടർ സർഫസിൽ ഒരു ബ്ലേഡ് പതുക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും. അതിൻ്റെ റീസണാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷൻ കാരണമാണ് ബ്ലേഡ് വാട്ടർ സർഫസിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. സർഫസ് ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഒരു ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഇൻ്റർഫേസിലോ അല്ലെങ്കിൽ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് തമ്മിലുള്ള ഇൻ്റർഫേസിലോ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സാണ് സർഫസ് ടെൻഷൻ. ഈ സർഫസ് ടെൻഷൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹിസീവ് ഫോഴ്സാണ്. സർഫസ് ടെൻഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കണ്ടെയ്നറിലുള്ള ലിക്വിഡ് കൺസിഡർ ചെയ്യാം. ഈ ലിക്വിഡിൽ എ എന്നുള്ള ഒരു മോളിക്യൂളുണ്ട്, സി എന്നുള്ള മറ്റൊരു മോളിക്യൂളുണ്ട്. ഈ എ എന്നുള്ള മോളിക്യൂള് ലിക്വിഡിൽ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് വാട്ടർ മോളിക്യൂൾസ് എല്ലാ സൈഡിൽ നിന്നും ഈക്വലി അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ എയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതേസമയം സി എന്നുള്ള മോളിക്യൂൾസിൽ നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ഡൗൺവേർഡ്സ് ആയിരിക്കും. ഈ സർഫസിലുള്ള എല്ലാ മോളിക്യൂൾസിലും നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് തന്നെ സർഫസ് ഒന്ന് കോൺട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ ബിഹേവ് ചെയ്യും. ഇങ്ങനെ സർഫസ് ബിഹേവ് ചെയ്യുമ്പോൾ സർഫസിനെ പാരലായിട്ട് ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സാണ് സർഫസ് ടെൻഷൻ. ഈ സർഫസ് ടെൻഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിലാണ്, അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്ററാണ്. സിഗ്മ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ സർഫസ് ടെൻഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ബ്ലേഡ്സ് വാട്ടർ സർഫസിൽ ഫ്ലോട്ട് ചെയ്യാനും റെയിൻ വാട്ടർ സ്പെറിക്കൽ ഷേപ്പ് ഫോം ചെയ്യാനൊക്കെയുള്ള റീസൺ സർഫസ് ടെൻഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേപ്പർ പ്രഷർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഇൻവോൾവ്ഡ് ഇൻ ദ ഫിനോമിനൻ ഓഫ് ഡാഷ്. ഓപ്ഷൻ എ വാട്ടർ ഹാമർ ഇൻ പൈപ്പ് ഫ്ലോ, ഓപ്ഷൻ ബി കാവിറ്റേഷൻ, ഓപ്ഷൻ സി സ്പെറിക്കൽ ഷേപ്പ് ഓഫ് റെയിൻ വാട്ടർ ഡ്രോപ്പ്, ഓപ്ഷൻ ഡി സർഫസ് ടെൻഷൻ. വേപ്പർ പ്രഷർ കാരണം ഉണ്ടാകുന്ന ഫിനോമിനൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി കാവിറ്റേഷനാണ്. കാവിറ്റേഷൻ ഫിനോമിനന് കാരണം വേപ്പർ പ്രഷറാണ്. എന്താണ് കാവിറ്റേഷൻ നോക്കാം. ഫ്ലോയിങ് ലിക്വിഡിൻ്റെ പ്രഷർ ഏതെങ്കിലും റീജിയനിൽ വേപ്പർ പ്രഷറിനേക്കാളും കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബോയിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വേപ്പർ ബബിൾസ് ഫോം ചെയ്യും. ഈ ബബിൾസ് ലിക്വിഡിനൊപ്പം മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ബബിൾസ് ഹയർ
പ്രഷർ റീജിയനിലെത്തുമ്പോൾ കൊളാപ്സ് ചെയ്യും. ഇങ്ങനെ കൊളാപ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് പ്രഷർ വളരെ ഹൈ ആയിരിക്കും. ഈ ഇമ്പാക്റ്റ് പ്രഷർ കാരണം മെറ്റലിൻ്റെ സർഫസിൽ ക്യാവിറ്റീസ് ഫോം ചെയ്യും. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. വേപ്പർ ബബിൾസ് കൊളാപ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് കൊണ്ട് മെറ്റൽ സർഫസിൽ ക്യാവിറ്റീസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാവിറ്റേഷൻ ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്യാവിറ്റേഷൻ ഉണ്ടാവാൻ കാരണമായ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വേപ്പർ പ്രഷറാണ്. ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ക്യാവിറ്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ SI യൂണിറ്റ് ഈസ്. ഓപ്ഷൻ എ 9.81 gram, ഓപ്ഷൻ ബി 981 gram, ഓപ്ഷൻ സി 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, ഓപ്ഷൻ ഡി 9.81 × 10³ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം സ്പെസിഫിക് വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ടു വോളിയം ഓഫ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ വെയിറ്റ് ബൈ വോളിയം ആണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു mg/v. മാസ് ബൈ വോളിയത്തിന് നമുക്ക് ഡെൻസിറ്റി എന്ന് എഴുതാം. അതായത് സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു ρg. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 kg/m³ ആണ്. അങ്ങനെയാവുമ്പോൾ സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു 1000 × 9.81 Nm/m³. അത് കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ആൻസർ ഓപ്ഷൻ സി 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്.